ഇന്നത്തെ എൻ്റെ യാത്ര. ഇന്നെനിക്കൊരു നെയിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ നെയിൽസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2-3 ഡിസൈനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേതാ ചെയ്യാമെന്ന് അറിയില്ല. പക്ഷേ ഒരെണ്ണം പിക്ക് ചെയ്തെന്നുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അതാണ് കുറച്ച് വെറൈറ്റി സാധനം എന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നമ്മൾ മിക്കവാറും അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ യാത്രയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മെൽബണിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോണത്. എനിക്ക് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതിൻ്റേതായ പേടിയും ഉണ്ട്. കുറേ നാളായി ഞാൻ വിചാരിക്കണം ഒറ്റയ്ക്ക് സിറ്റി വരെ പോകണമെന്ന്. പക്ഷേ മടിയാണല്ലോ മെയിനായിട്ട്. അതുകൊണ്ട് പോയേയില്ല. ഇന്നിപ്പോൾ വിശാലം ഓഫീസുള്ള ദിവസമാണ്. അതുകൊണ്ട് വിശാലം ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇന്ന് ഓഫീസുള്ളതുകൊണ്ട് വന്നില്ല. പിന്നെ ഞാനും വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോവാം. ഇങ്ങനെയൊക്കെയല്ലേ പോയി പഠിക്കുക, അതൊക്കെ ചെയ്യണ്ടേ. വന്നിട്ട് എത്ര മാസമായി, ഞാനിതുവരെ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ എവിടെ എത്തും എന്നുള്ളത് കണ്ടറിയാം കേട്ടോ. ഈ ഗൂഗിൾ മാപ്സും പിന്നെ അവിടെ PTV എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, അതും പിന്നെ ChatGPT എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു കളി കളിച്ചിട്ടായിരിക്കും മിക്കവാറും ഞാൻ അവിടെ എത്താൻ പോണത്. കണ്ടറിയാം. 1:34 ആണ് കേട്ടോ നമുക്കുള്ള ട്രെയിൻ ഫ്ലിൻഡേഴ്സിലേക്ക്. This is a service to Flinders Street, stopping all stations direct to Flinders Street. സക്സസ്ഫുള്ളി നമ്മളങ്ങനെ ട്രെയിൻ കയറിയെടുക്കുകയാണ്. ബാക്കി അവിടെ ചെന്ന് ആക്ച്വലി ട്രെയിൻ കയറാനല്ല, ട്രാം കയറാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ. എവിടെ പോകണം, എവിടെ ചെന്ന് ഇറങ്ങണം, ഏത് ട്രാം എടുക്കണം, ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. സക്സസ്ഫുള്ളി നമ്മൾ എവിടെയോ വന്നിറങ്ങിയിട്ടുണ്ട്. ട്രെയിൻ ലേറ്റായ കാരണം ട്രാം ഓൺ ടൈം വരേണ്ടത് അത് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഇവിടേക്കുള്ള ട്രാമുള്ളൂ. അത് കയറി കഴിഞ്ഞ് കറക്റ്റ് ഒരു സ്റ്റോപ്പ് മുന്നേ ഞാൻ മാറി ഇറങ്ങിപ്പോയി തെറ്റിയിട്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ട്രാമിന് എപ്പോഴോ ആണ്. ഒരു 10 മിനിറ്റിലെത്തുന്നതാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ അധികം പറഞ്ഞതിനെക്കാട്ടും വിട്ട് ലേറ്റായി. സാരമില്ല. സ്റ്റുഡൻറ്റ് അങ്ങനെ നമ്മുടെ നെയിൽ ആർട്ടിസ്റ്റ് എത്തി. ആളുടെ പേര് മോനിഷ എന്നാണ്. ആൻഡ് മോനിഷ ഇസ് ഫ്രം ഡൽഹി. മോനിഷ ഇവിടെ ഒരു ബയോടെക്നോളജി സ്റ്റുഡൻറ്റ് കൂടിയാണ്. പിന്നെ ആൾ 4 months ആയിട്ടുള്ളൂ ഇത് ചെയ്ത് തുടങ്ങിയിട്ട്. ഫ്രീലാൻസ് ആർട്ടിസ്റ്റാണ്. ആൻഡ് ഇതൊക്കെ ആൾ ചെയ്ത ഡിസൈൻസാണ്. പ്രസോൺസൊക്കെ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിതിൻ്റെ ഫുൾ പ്രോസസ്സ് ആക്ച്വലി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 കൈയും മാറി ഫ്രീ അല്ലാത്തതുകൊണ്ട് അധികമൊന്നും എന്താ പറയുക വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. സോ ഇത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വുമൺ വുഡ് ഹാവ് ഡൺ ദിസ് ഓൾറെഡി. പക്ഷേ എന്നാലും ചുമ്മാ ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ കാണാനായിട്ട് എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അത് അത്രയ്ക്ക് നടന്നില്ല. എന്നാലും ഇതൊക്കെയാണ് കുറച്ച് കോർ സ്റ്റെപ്സ്. പിന്നെ അത്യാവശ്യം നല്ല സമയമെടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സ് കൂടിയാണിത്. എനിക്കൊരു 2.5 hours എടുത്തു. കാണാൻ വളരെ സിമ്പിളാണെങ്കിലും അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഓൾസോ ഇതുപോലെ ഫയൽ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം ചെല്ലുക. കാരണം എനിക്കിത് നല്ല ബുദ്ധിമുട്ടുള്ള പ്രോസസ്സായിരുന്നു. ഇത് ഒരുപാട് ഇങ്ങനെ ബഫ് ചെയ്തുകൊണ്ടിരിക്കണം. സോ that wasn't much easy for me. Thank you so much. I love it. I mean, I always go with something minimal, but Vishal has asked me to do this, and it has came out really well. You did a great job. Thank you so much.
നെയിൽസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറുതായിട്ട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഓൾറെഡി ബാഗിൽ ഈ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചായയിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി തിക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദിസ് ഈസ് വെരി ബട്ടറി. നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ജേർണി ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ തിരിച്ച് വില്യംസ് ടൗണിൽ തന്നെ വന്ന് ഇറങ്ങി. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഒരു അടിപൊളി ദിവസമാണ്. അങ്ങനെ ഇന്നത്തെ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഡേ നമ്മൾ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു, നെയിൽസ് ചെയ്തു, നല്ല അടിപൊളി ദിവസം. ഇവിടെ ആകെ മഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ഡേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ഉണ്ടായ ഒരു ദിവസം കൂടിയാണ്. കാരണം കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നിരുന്ന ഒരു കാര്യം ചെയ്തു. അതായത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളത്, ഇവിടെ അടുത്ത് വരെ പോകണം എന്നുള്ളത്, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ ബസ് കയറി, ട്രെയിൻ കയറി, ട്രാം കയറി, എല്ലാം സക്സസ്ഫുള്ളായിരുന്നു. ട്രാമൊന്നും തെറ്റി കയറിയില്ല. സോ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ ചെയ്ത നെയിൽസ്. ആൻഡ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഷോട്ട് ഞാൻ ഇടാം. പിന്നെ ഇത് ചെയ്തത് മോനിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്. മോനിഷ ഒരു ബയോടെക്നോളജി മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ്. ആൻഡ് ഒരു 4 months ആയിട്ടുള്ളൂ ആൾ ചെയ്തു തുടങ്ങിയിട്ട്. ആൻഡ് ദിസ് ഈസ് എ കൊളാബ്. ആൻഡ് ആളങ്ങനെ കോണ്ടാക്ട് ചെയ്തു ഇൻസ്റ്റഗ്രാം ത്രൂ. അങ്ങനെ ഞാൻ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി മീറ്റ് ചെയ്തു, ഡിസൈനിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഈ ഡിസൈൻ തന്നെ പോകാമെന്ന് വിചാരിച്ചു, ചെയ്തു. ആൾ വളരെ പേഷ്യൻ്റ് ആയിരുന്നു. ഷി വാസ് വെരി വാം ആൻഡ് ഷി വാസ് വെരി സ്വീറ്റ്. നല്ലൊരു കുട്ടിയായിരുന്നു, നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് കാണാൻ ഭയങ്കര സിമ്പിളായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിനൊടുക്കത്തെ പണിയാണ്. ഇതിന് കുറേ നേരം വേണം. ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ടാണ്, ക്ലോസ് ടു 3 hours ഇരുന്നിട്ടാണ് ഇതൊന്ന് ഇങ്ങനെയൊക്കെ ആയി കിട്ടിയത്. എനിക്കാണെങ്കിൽ വല്ലാണ്ട് ഉറക്കവും വരും. ഒരുപാട് ബഫ് ചെയ്യാനും പിന്നെ ഗ്രൈൻഡ് ചെയ്യാനും ഫയൽ ചെയ്യാനും അങ്ങനെ കുറേ നേരം പണിയുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ബഫ് ചെയ്യാൻ ഫയൽ ചെയ്യാനൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഡിസൈൻ ഇല്ലാണ്ട് വല്ല മിനിമലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ഒന്നാമത് ആ ഫയൽ ചെയ്യണ സാധനം ചെയ്യണതേ എനിക്കിഷ്ടമല്ല. എനിക്ക് വല്ലാണ്ട് ഒരു വൃത്തികെട്ട ഫീലിംഗ് വരും. അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ നഖത്തിൻ്റെ സൈഡ് മാത്രമല്ല, നഖത്തിൻ്റെ ഈ നെയിൽ ബെഡ് കൂടി അവർ ഫയൽ ചെയ്യും, ബഫ് ചെയ്യും. അപ്പോൾ വല്ലാത്തൊരു വൃത്തികെട്ട ഫീലിംഗ് ആണ്. ചിലപ്പോൾ നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഇതും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു എന്നൊക്കെ വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് വേദന എടുക്കും. പിന്നെ ബ്യൂട്ടി ഈസ് പെയിൻ എന്നാണല്ലോ. അങ്ങനെ എന്തായാലും അതൊരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. ഷി വാസ് സ്വീറ്റ് ആൻഡ് ഗുഡ് ആൻഡ് ഐ എം ഹാപ്പി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പിലുള്ളൊരു നെയിൽസാണെന്ന് ചെയ്തത്. ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഒരു 50-60% ഇഷ്ടമായി. പക്ഷെ എനിക്കിത് കുറച്ച് ചേരാത്ത പോലെയും തോന്നുന്നുണ്ട്, എന്നാൽ ചേരുന്ന പോലെയും തോന്നുന്നുണ്ട്. രണ്ടും തോന്നുന്നുണ്ട്. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് ശരിക്കും ഒന്ന് മൈൻഡ് സെറ്റ് ആവുള്ളൂ, ഇതിലേതാണ് കറക്റ്റ്, എന്ത് ഇതാണെന്നൊക്കെ. ആൻഡ് കൊള്ളാലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. പിന്നെന്താ, സോ സച്ച് എ ലോങ് ഡേ. ടയേർഡായി. ഒന്ന് വെറുതെ പോയി വരുമ്പോഴത്തേനും ടയേർഡാവും. ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നെയിൽ അപ്പോയിൻമെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ നെയിൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു വിത്ത് യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ വ്ലോഗ്. ഇനിയും ഒരുപാട് ഇങ്ങനത്തെ കൊളാബറേഷൻസ് വന്നുകൊണ്ടിരിക്കട്ടെ അല്ലേ? ഹായ്.